സർ, അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് 100% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഒരു ആശങ്ക മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു അനിശ്ചിതത്വം കൂടിയാണ്. കാരണം ഇന്ത്യൻ മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ ഇതിൽ ഇനി എന്ത് ചെയ്യണം, ഏത് രീതിയിലാണ് വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു അനിശ്ചിതത്വത്തിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ മരുന്നുകൾക്കുള്ള 100% ഇറക്കുമതി തീരുവ ഇന്ത്യ എങ്ങനെയായിരിക്കും ഇതിനെ നേരിടാൻ പോകുന്നത്? ഇന്ത്യ എങ്ങനെയായിരിക്കും നേരിടാൻ പോണതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഈ പറഞ്ഞ പോലെ കിച്ചൺ ഉപകരണങ്ങളുടെക്കും വീണ്ടും 50% താരിഫ് ഇതുപോലെ പറഞ്ഞു. ഇന്ത്യ നേരിടാൻ പോകുന്ന പറഞ്ഞാൽ ഇതുവരെയുള്ള അങ്ങനെയാണ് നേരിട്ടത്. അതേ ലൈനിൽ തന്നെ ഇന്ത്യക്ക് നേരിടേണ്ടി വരും. ഇപ്പം ഏറ്റവും കൂടുതൽ മരുന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്കയിലേക്കാണ് ഇന്ത്യയുടെ, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയാണല്ലോ ലോകത്തെ നിയന്ത്രിക്കുന്ന ഈ പറയുന്ന പോലെ കുത്തകൾ, ഫാർമസ്യൂട്ടിക്കൽ കുത്തകളാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഒരു നല്ല രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മരുന്നുകൾ അല്ലെങ്കിൽ മരുന്നുകളുടെ ക്വാളിറ്റി ലോകത്ത് വലിയ അംഗീകാരമുള്ള മരുന്നുകളാണ് ഇന്ത്യ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വിലക്കുറവിന്റെ ഒരു കാര്യവുമുണ്ട്. അപ്പം ഈ പറയുന്ന മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പൊ അതിനകത്ത് നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 27.9 ബില്യൺ ഡോളറിന്റെ മരുന്ന് കയറ്റി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം. അതിനകത്ത് സൺഫാർമയും അല്ലെങ്കിൽ ഈ ഗാർഡ് ഫാർമയും ഒക്കെ വലിയ, അല്ലെങ്കിൽ ഈ കയറ്റുമതി രംഗത്ത് നിൽക്കുന്ന നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണ്. നമുക്ക് അതിനകത്ത് എല്ലാത്തിനകത്തും ഈ പറഞ്ഞതുപോലെ കയറ്റുമതിക്കകത്ത് കുഴപ്പം വന്നാൽ ആ രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിനെ അത് ബാധിക്കും. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെ ബാധിക്കും. അതിനകത്ത് ഈ പറയുന്ന കമ്പനികൾ വേറെ അല്ലെങ്കിൽ മരുന്ന് വേറെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യേണ്ടതിനെ പറ്റി അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ആലോചിക്കേണ്ടി വരും. അപ്പം ആ രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ മറ്റ് പല അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആലോചിച്ച് വിപണി കണ്ടെത്തുന്ന പോലെ, ഇപ്പൊ തുണിത്തരങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ സമുദ്രോൽപ്പന്ന കാര്യത്തിലും ഒക്കെ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഈ GCC രാജ്യങ്ങളിലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ വിപണി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ ഇതിന് വിപണി കണ്ടെത്തേണ്ടി വരും. പക്ഷെ ഇത് ഈ പറയുന്ന ഇയാളുടെ പല തീരുമാനങ്ങളുടെയും കൂട്ടത്തിൽ ഒരു മണ്ടൻ തീരുമാനം ആയിട്ട് തന്നെ ഇത് വരത്തുള്ളൂ. കാരണം അയാൾ പറയുന്ന അവിടെ ചെന്ന് കമ്പനി ഉണ്ടാക്കി തുടങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ മരുന്ന് ഉത്പാദിപ്പിക്കുന്ന കമ്പനികളല്ലാത്തവരുടെ മരുന്നുകൾക്കാണ് ഈ 100% തീരുവ എന്ന് പറയുന്നത്. അപ്പം പലതിന്റെയും കാര്യം പറഞ്ഞ പോലെ അമേരിക്കയിൽ ഒരു കമ്പനി ഉണ്ടാക്കി അവിടെ ഉത്പാദിപ്പിച്ചിട്ട് മരുന്ന് ഈ വിലയ്ക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ചെയ്തു. ഈ അമേരിക്കയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ പല കമ്പനികളും അവിടെ തുടങ്ങാൻ മടിക്കുന്നത്. അവിടുത്തെ ഈ ചെലവ് അല്ലെങ്കിൽ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ സപ്ലൈ ചെയിന്റെ പ്രശ്നം ഒക്കെ വലിയ പ്രശ്നമാണ്. കാരണം അങ്ങേറ്റം കിടക്കുന്ന രാജ്യമൊക്കെയാണ്. അപ്പം ഇയാളെ അടുത്ത ഒരു മണ്ടൻ തീരുമാനം, അതുപോലെ തന്നെ അമേരിക്കക്കാർ കൂട്ടത്തോടെ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് കൂടി, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോലും ഗൗരവത്തിൽ വരുന്ന ഒരു തീരുമാനമാണ് ഈ തീരുമാനം. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മരുന്ന് മേടിക്കുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് ചാത്തൻ മരുന്നുണ്ടെന്നൊക്കെ പറയും, അല്ലെങ്കിൽ മറ്റേ നമ്മൾ പറയത്തില്ലേ ക്വാളിറ്റി ഉള്ള കമ്പനിയുടെ മരുന്ന് വേണമെന്ന് നമ്മൾ മരുന്ന് ശ്രദ്ധിച്ച് മേടിക്കാറുണ്ട്. എല്ലാത്തിന്റെയും കൂട്ട് തന്നെ ഈ മരുന്നിനകത്തും നല്ല കമ്പനിയും മോശം കമ്പനിയും അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള കമ്പനിയൊക്കെ നമ്മുടെ മരുന്ന് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്ന് കുറിക്കുമ്പോൾ ഇന്ന ഡോക്ടർമാർ, അത് കമ്മീഷൻ കിട്ടുന്നതിന് വേണ്ടി പറയണ്ട, എന്നാലും നല്ല ഡോക്ടർമാർ പറയും ഇന്ന കമ്പനിയുടെ മരുന്ന് തന്നെ മേടിക്കണം കേട്ടോ. അതിനകത്ത് ആ മരുന്നിനകത്ത് നമ്മൾ പറയുന്നത് പോലെയുള്ള ക്വാളിറ്റി കാണും, അല്ലെങ്കിൽ അസുഖം മാറുന്നതിന് ഉതകുന്ന തരത്തിലുള്ള മേക്കായിരിക്കും ആ കമ്പനി ചെയ്തിരിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ശരീരത്തിന് അത്ര കണ്ട് ദോഷം ചെയ്യത്തില്ല, സൈഡ് എഫക്ട് ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡോക്ടർമാർ ചില ഇന്ന കമ്പനിയുടെ ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി, അതേ മരുന്ന് തന്നെ മറ്റ് കമ്പനിയുടെ തരാമെന്ന് പറഞ്ഞാൽ പോലും മേടിക്കേണ്ട എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ, ഇടത്തരക്കാരൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മരുന്നുകളെയാണ്. കാരണം അതിന് വിലക്കുറവാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വലിയവൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്തവൻ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഒന്നും ഒരു വിഷയമായിട്ട് വരത്തില്ല. അവർക്ക് കുറച്ചുകൂടെ പണം ചെലവാകുന്നേ ഉള്ളൂ. അവിടെ സാധാരണക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്, ഇടത്തരക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ ഇന്ന് ഒരു 100 രൂപയുടെ മരുന്ന് മേടിക്കുന്ന ഇയാളുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ നാളെ 200 രൂപ, ഒന്ന് ആലോചിച്ച് നോക്കും. 100 രൂപയ്ക്ക് മരുന്ന് മേടിക്കുന്ന ഒരു കക്ഷി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു മാസം, നമുക്കൊക്കെ അറിയാമല്ലോ നമ്മളുടെ പല ആൾക്കാരുടെയും കാര്യങ്ങൾ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പറയത്തില്ല എന്റെ കുഞ്ഞെ എന്റെ മരുന്ന് മേടിക്കാൻ തന്നെ ഒരു 10,000 രൂപ വേണം മാസം. അപ്പൊ ഇത്തരത്തിൽ മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയോ. മാർഗമില്ലാത്ത ഒരാൾക്ക്
5000 രൂപയുടെ മരുന്ന് അമേരിക്കയിൽ ഒരുത്തം മേടിക്കുക, നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞു, അത് അടുത്ത പ്രാവശ്യം 10000 രൂപ ആവത്തില്ലേ? ബാക്കിയുള്ള ഭക്ഷണത്തിനകത്ത് വില കൂടിയാലും അല്ലെങ്കിൽ മറ്റ് ആഡംബര വസ്തുക്കൾക്കകത്ത് വില കൂടിയാൽ, തുണി ഇപ്പം മേടിക്കുന്നതിനകത്ത് 2 പീസ് തുണി കുറച്ച് മേടിച്ചാൽ മതി വില കൂടിയാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിനകത്ത് വേണമെങ്കിൽ അല്പം കുറവ് വരുത്താം. മരുന്നിന്റെ കാര്യത്തിനകത്ത് ഒരു ഗുളിക കഴിക്കുന്നിടത്ത് അര ഗുളിക കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളെങ്ങും കേട്ടിട്ടില്ല, അസുഖം മാറാതെ അല്ലെങ്കിൽ ഒരു ഡോസിനകത്ത്. അപ്പൊ ആ രീതിയിലേക്ക് അമേരിക്കക്കാർ കൂട്ടത്തോടെ സാധാരണക്കാർ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ. ഇയാളെ ഒരു മണ്ടൻ തീരുമാനങ്ങൾ പല കാര്യത്തിനകത്തും ഇന്ത്യക്ക് താരിഫ് അല്ലെ ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന താരിഫ് അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, അത് വിസയുടെ രൂപത്തിലായാലും മറ്റ് ആദ്യം എടുത്ത ഈ പറയുന്ന സാധാരണ കയറ്റുമതി ഇറക്കുമതിയുടെ രൂപത്തിൽ, അത് ഫാർമസ്യൂട്ടിക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ രീതിയിൽ മരുന്നുകളുടെ മറ്റു കാര്യങ്ങളിൽ തീരുമാനം മാറ്റിയിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നത് ഈ സാധാരണക്കാരനായിരുന്നു അമേരിക്ക. അപ്പൊ അതിന് തീരുവ ഇല്ലായിരുന്നു, സാധാരണ തീരുവേ ഉള്ളായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക്. ഇപ്പൊ അങ്ങനെയല്ല, തീരുമാനം അതിന്റെ മാറ്റുകയാണ്. അത് ഇത്ര കൂടി, ഇയാൾ നോക്കുമ്പോൾ ഇത്ര കൂടി ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, ആഹാ ഇത്രയും കോടി രൂപ മരുന്ന് ഇവിടെ ഇന്ത്യക്കാരൻ വിൽക്കുന്നുണ്ട്, എന്നെ ഇവിടെ വിൽക്കണ്ട, അന്ന് അതിനകത്ത് വിൽക്കുമ്പോൾ നമുക്ക് ഇത്ര പൈസ കൂടുതൽ കിട്ടും. പക്ഷെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. കാരണം മേടിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വാങ്ങൽ ശേഷി ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതലുള്ള ആൾക്കാർ, അത്തരത്തിൽ സാധാരണക്കാർ ഈ മരുന്നിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥയുണ്ട്. കൂട്ടത്തോടെ നമ്മൾ സാധാരണ അല്ല, മരുന്ന് കിട്ടാതെ അല്ലെങ്കിൽ മരുന്ന് വേണ്ട രീതിയിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റാതെ കൂട്ടത്തോടെ ആൾക്കാർ മരിക്കുന്ന രീതിയിലേക്കും തെരുവിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. കള്ളുകൂടിയന്മാർ പ്രതിഷേധിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞൊരു വാർത്ത നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കൊഞ്ചുമൊക്കെ കയറ്റുമതി ചെയ്യുന്നതിന്, അവിടെ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നതിന് സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ഇവിടുത്തെ കൊഞ്ച്, അച്ചാറും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പം എല്ലാ മേഖലയിലും നമ്മൾ അടിസ്ഥാന വർഗത്തിനും അല്ലെങ്കിൽ അടിസ്ഥാന വർഗമല്ല, സാധാരണക്കാർ, ഇടത്തരക്കാർ ഒക്കെ യോഗ്യമാകുന്ന, അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാകുന്ന, അവരേറ്റവും കൂടുതൽ എല്ലാ രീതിയിലും ആശ്രയിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെയാണ് പ്രധാനമായിട്ടും. അതിനുശേഷം ചൈനയുടെ ഉൽപ്പന്നങ്ങളെയാണ്. അപ്പൊ അതിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അതായത് ഈ ഒരു വിഷയം വലിയ ഗൗരവത്തിലാണ്. ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു താരിഫ് 100% താരിഫ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അകത്തുണ്ടാക്കാവുന്ന പ്രശ്നം ഒരു പക്ഷേ ട്രംപിന് നാളെ കാലത്തെ നിലനിൽക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു പ്രശ്നമായിട്ട് അത് മാറും. ഇത് വിദഗ്ധർ വീണ്ടും ഇതിനകത്ത് മറ്റുള്ളതിനകത്ത് ട്രംപിന്റെ അബദ്ധം, അല്ലെ ട്രംപിനെ ഇത്തരത്തിൽ കാര്യങ്ങൾ ഉപദേശിക്കുന്നവരുടെ അബദ്ധം പറയുന്നത് പോലെ ഇത് വലിയ വലുപ്പത്തിൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മരുന്നിന് 100% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്ന അമേരിക്കയുടെ ട്രംപിന്റെ നീക്കത്തിൽ ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ ഒരു ആശങ്കയിലാണ്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ മറ്റെന്ത് കാര്യത്തിലും നമുക്ക് വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാം. ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് അവർ വിസയുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണെങ്കിലും വർദ്ധിപ്പിച്ച ഫീസ് ആണെങ്കിലും അതിലൊക്കെ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമുക്ക് തയ്യാറാകാം. പക്ഷേ മരുന്നുകളുടെ കാര്യത്തിൽ ആ വിട്ടുവീഴ്ചയ്ക്ക് എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും, അതിലെന്താണ് ഒരു പരിഹാരം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.